കേരളത്തിലെ ആദ്യത്തെ ഉരുക്കുചുണ്ടിനെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുപ്പിക്കാതിരുന്നതിനെതിരെ പ്രതിഷേധമായി സംഗീത ആൽബം പുറത്തിറക്കുന്നു. ചുണ്ടിന്റെ നിർമ്മാതാക്കളായ ഏരിസ് മറൈനാണ് വ്യത്യസ്തമായ ഈ പ്രതിഷേധ മാർഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരേ സമയം 130 തുഴക്കാർക്ക് കയറാവുന്ന തടിക്ക് പകരം ഉരുക്കിൽ നിർമ്മിച്ച വള്ളത്തിന്റെ നീളം 142 അടിയാണ്. ഏറ്റവും വലിയ ചുണ്ടൻ വള്ളം എന്ന ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന് ഉടമയായ ഉരുക്കുചുണ്ടനെ വള്ളംകളിയിൽ പ്രദർശിപ്പിക്കാൻ പോലും അനുവദിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ചാണ് ഏരിസ് മറൈൻ സംഗീത ആൽബം പുറത്തിറക്കുന്നത്. ചാതിപ്പരപ്പിൽ തുഴയെറിഞ്ഞു മറിഞ്ഞ തോണി ചലനമറ്റു കരക്കടിഞ്ഞേ പുന്നമടത്തോണി എന്റെ പുന്നമടത്തോണി. മലയാളിയുടെ മനസ്സിൽ അവഗണനയുടെയും അടിച്ചമർത്തലിന്റെയും നീതി നിഷേധത്തിന്റെയും പ്രതീകമായി ഉരുക്കുചുണ്ടനെ പ്രതിഷ്ഠിക്കാനാണ് ഈ മ്യൂസിക് ആൽബത്തിലൂടെ ഇതിന്റെ ശില്പികൾ ലക്ഷ്യമിടുന്നത്. ഏരിസ് മറൈന്റെ സിഇഒയും വെക്കേഷൻ എന്ന ചിത്രത്തിന്റെ ഗാനരചയിതാവുമായ സോഹൻ റോയാണ് ഈ സംഗീത ആൽബത്തിന് വേണ്ടിയും വരികൾ എഴുതുന്നത്. ഡോക്ടർ ജി സന്തോഷ് കുമാറാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. ആൽബത്തിന്റെ ദൃശ്യാവിഷ്കാരം ആലപ്പുഴയിൽ പൂർത്തിയായി വരുന്നു. ഗൾഫിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിസ് ഗ്രൂപ്പിലുള്ള മലയാളികളുടെ എല്ലാവരുടെയും ഇക്കാലത്തെ ആഗ്രഹമായിരുന്നു അത് പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ അത് വിജയകരമാക്കി തീർക്കുക എന്നുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ബലിയാടാകേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായും മലയാളികളോടുള്ള അതായത് വിദേശ മലയാളികളുടെ അവഗണനയും പുതിയ പ്രൊജക്ട് അത് വികസന വിരുദ്ധ ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ദ ലോങ്ങസ്റ്റ് ചുണ്ടൻ വള്ളം സ്റ്റീൽ ബോട്ട് ഇൻ ദ വേൾഡ് എന്നാണ് ലിംക ബുക്ക് ഓഫ് ഓൾറെഡി ഞങ്ങൾക്ക് അംഗീകാരം തന്നു കഴിഞ്ഞു. ഗിന്നസ് ബുക്ക് ഇപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ ഈ പ്രൊജക്റ്റിനെ അംഗീകരിക്കാൻ മടി കാണിച്ച അധികാരികളോട് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുകയാണ്. ഉരുക്കുചുണ്ടന്റെ ചിറകരിഞ്ഞത് CPM-ലെ ഗ്രൂപ്പ് വഴക്കാണെന്നാണ് ഏരിസ് മറൈന്റെ ആരോപണം. ജനലക്ഷങ്ങൾ കൗതുകത്തോടെ കാണാൻ കൊതിച്ചിരുന്ന ഉരുക്കുചുണ്ടന് വള്ളംകളിയിൽ ഊരുവിലക്ക് കൽപ്പിച്ച രാഷ്ട്രീയക്കാരോടുള്ള പ്രതിഷേധമാണ് സംഗീതമായി ജനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും ആൽബത്തിന്റെ ശില്പികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ. ആൽബത്തിൽ നിന്ന്